മോർണിംഗ്. എന്താണ് പ്ലാന്റാർ ഫേഷ്യേറ്റിസ്? നമുക്ക് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ കാലിൻ്റെ അടിഭാഗത്തെ നമ്മുടെ ഉപ്പൂറ്റി മുതൽ കാലിൻ്റെ പാദത്തിൻ്റെ അടിഭാഗം വരെ കണക്ട് ചെയ്യുന്ന ആ ഒരു ടിഷ്യൂവിനാണ് നമ്മൾ പ്ലാന്റാർ ഫേഷ്യ എന്ന് പറയുന്നത്. ഈ പ്ലാന്റാർ ഫേഷ്യയ്ക്ക് വരുന്ന നീരിന് അല്ലെങ്കിൽ ഇൻഫ്ലമേഷനെയാണ് നമ്മൾ പ്ലാന്റാർ ഫേഷ്യേറ്റിസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ട് പ്ലാന്റാർ ഫേഷ്യേറ്റിസ് വരുന്നു? ഒരുപാട് നേരം നിൽക്കുന്നത് കൊണ്ട്, ഓടുന്നത് കൊണ്ട്, ചാടുന്നത് കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം അനങ്ങാതിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് പോയിട്ട് ഒരു ജിം എക്സസൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഓടുക, ചാടുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ പ്ലാന്റാർ ഫേഷ്യയ്ക്ക് ഒരുപാട് സ്ട്രെയിൻ വരുന്നു. അങ്ങനെ പറ്റുമ്പോഴാണ് പ്ലാന്റാർ ഫേഷ്യേറ്റിസ് എന്നുള്ള രോഗം നമുക്ക് വരുന്നത്. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ? നമ്മുടെ കാലിൽ നമുക്ക് വളരെ ഷാർപ്പായി കുത്തുന്ന രീതിയിലുള്ള ഒരു പെയിൻ അനുഭവപ്പെടാം. ഈ വേദന ഏറ്റവും കൂടുന്നത് നമുക്ക് രാവിലെ എഴുന്നേൽക്കുന്ന സമയങ്ങളിലായിരിക്കും. മാത്രമല്ല, നമുക്ക് കാൽവെള്ളയിൽ നമ്മൾ പതുക്കെ കൈകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയങ്ങളിൽ വേദന നമുക്ക് നല്ല രീതിയിൽ അനുഭവപ്പെടാനും സാധിക്കും. ഓക്കെ, സോ നമുക്കിതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും? ആദ്യത്തെ കാര്യം, നമ്മൾ കാലിൻ്റെ മസിൽസിനെ ജെന്റ്ലി സ്ട്രെച്ച് ചെയ്തുകൊണ്ടിരിക്കുക. രണ്ടാമത്തെ കാര്യം, നമ്മൾ കുഷ്യൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ചെരുപ്പുകൾ ഉപയോഗിക്കുക. മൂന്നാമത്തെ കാര്യം, നമ്മൾ ഒരിക്കലും തണുത്ത തറയിൽ ബെയർഫുട്ടായിട്ട് നടക്കരുത്. അത് നമുക്ക് വേദന കൂട്ടും. ഇതിൽ ഏറ്റവും പ്രധാന കാര്യം, ഒരുപാട് നാൾ ഈ വേദന നിൽക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ സ്വയം ചികിത്സിക്കാൻ ശ്രമിക്കരുത്. ഇത് എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കൊണ്ട് കാണിക്കുക, വേണ്ട മരുന്നുകൾ എടുക്കുക, ചികിത്സ എടുക്കുക. താങ്ക് യു.